റവന്യൂ വകുപ്പിനു വേണ്ടി ടാക്സി ഓടിയിട്ട് പണം നൽകിയില്ല എന്ന് പരാതി. കോഴിക്കോട് ജില്ലയിലെ ടാക്സി ഡ്രൈവർമാരാണ് വാടക ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ഡ്രൈവർമാർ പറയുന്നു. പരാതി നൽകി കാത്തിരിക്കുകയാണ് ഒരു കൂട്ടം ടാക്സി ഡ്രൈവർമാർ. അധ്വാനിച്ചതിന്റെ പ്രതിഫലത്തിനായാണ് ഈ കാത്തിരിപ്പ്. കോഴിക്കോട് ജില്ലയിലെ വില്ലേജ് ഓഫീസുകളിലേക്ക് ഭൂമി തരം മാറ്റൽ ആവശ്യാർത്ഥം വാടകയ്ക്കെടുത്ത വാഹനങ്ങളുടെ വാടകയ്ക്കായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഡ്രൈവർമാർ. 2024 സെപ്റ്റംബർ വരെയുള്ള തുക ലഭിച്ചെങ്കിലും തുടർന്നുള്ള മാസങ്ങളിൽ പണം ലഭ്യമായില്ല. 11 ഡ്രൈവർമാർക്ക് 12 ലക്ഷത്തോളം രൂപയാണ് ലഭിക്കാനുള്ളത്. ആകെ ബുദ്ധിമുട്ടിലാണ്. വണ്ടി ഗ്യാസ് അടിക്കാൻ പൈസ ഇല്ല, വീടിൻ്റെ വാടക, വണ്ടീൻ്റെ അടവ് എല്ലാം മുടങ്ങി കിടക്കുക. അതിനിപ്പോൾ പലിശ അങ്ങനെ കൂടുകയാണ്, ഓരോ ദിവസവും കൂടുന്നത്. പിന്നെ രണ്ടാമത് കൊട്ടേഷൻ വിളിച്ചിട്ടുണ്ട് സർക്കാർ. നമ്മളെ ഈ പൈസ തരാണ്ടായിക്കൊണ്ടാണ് പിന്നെയും കൊട്ടേഷൻ വിളിച്ചത്. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ച് റവന്യൂ മിനിസ്റ്റർക്ക് കൊടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശരിയാക്കാന്നാണ്. തലസ്ഥാനത്തെ വിളിക്കും, ഫണ്ട് റെഡിയായില്ല, മന്ത്രിസഭ അംഗീകാരം കൊടുത്തില്ല, അങ്ങനെയാണ് പറയുന്നത്. വാഹന വാടക ഇനത്തിൽ ടെൻഡർ കാലാവധി അവസാനിക്കുകയും ചെയ്തു. തുക അനുവദിക്കുന്നതിനായി ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണറിൽ നിന്ന് ബാക്കി തുക അനുവദിച്ച് ഉത്തരവാകുന്ന മുറയ്ക്ക് വാടക നൽകുമെന്നുമാണ് വകുപ്പ് അധികൃതർ നൽകുന്ന മറുപടി. വാടക ലഭിക്കാൻ ഇനി എന്തു ചെയ്യണമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ബന്ധപ്പെട്ടവരിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനും രാജേഷ് വെള്ളരിക്കുണ്ടിനുമൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. വാടകയ്ക്കായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഈ ഡ്രൈവർമാർ. അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകണം. 1 മാസത്തെ അല്ല 5 മാസത്തെ ശമ്പള കുടിശ്ശികയാണ് ലഭിക്കാനുള്ളത്. ചില പ്രതികരണങ്ങൾ കാണാം. ഞങ്ങൾ മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ നിത്യതൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്കിപ്പോൾ ഇത്ര ഒരു മാസങ്ങളൊന്നും പിടിച്ചു നിൽക്കാനുള്ള വകുപ്പ് ഞങ്ങൾ തൊഴിലാളികൾക്കില്ല. അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ റവന്യൂ വകുപ്പിന് 1 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു. അത് ഇപ്പോൾ ഡിസംബർ 25-ാം തീയതിയാണ് കഴിഞ്ഞത്. അത് ഇത്ര നേരം അതിൻ്റെ പൈസ എത്ര നേരം ഞമ്മക്ക് കിട്ടിയിട്ടില്ല. വലിയ ബുദ്ധിമുട്ടിലാണ്. അടവാണെങ്കിലും അടയ്ക്കാൻ പറ്റുന്നില്ല. പിന്നെ വലിയ വേതനമൊന്നുമില്ല. മാസത്തിൽ 35 ഉറുപ്പികയാണ് കിട്ടുന്നത്. ആ ഡീസലും എല്ലാം കൊണ്ട് 2000 കിലോമീറ്റർ ഓടിയും വേണം. അതിനെക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. അതിപ്പം 2 മാസം കഴിഞ്ഞ് കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് ഇതുവരെ പൈസ നമുക്ക് കിട്ടിയിട്ടില്ല. 3 മാസത്തെ പൈസ.